الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد, സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഫത്ഹ് മക്കയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഹിജറ 8-ാമത്തെ വർഷം ഖുറൈശികൾ ഹുദൈബിയ സന്ധി, അതിലെ കരാറുകൾ ലംഘിച്ചത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെടുകയും മക്ക അല്ലാഹു അവന്റെ റസൂലിന് കീഴ്പ്പെടുത്തി വിജയിപ്പിച്ചു നൽകുകയും ചെയ്തു. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവോ, ഏത് നാട്ടിലായിരുന്നോ ഷിർക്കിന്റെ എല്ലാ ചിഹ്നങ്ങളും കൊടികുത്തി വാണിരുന്നത്, ആ നാട് ശുദ്ധീകരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത അമൽ ഫത്ഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ വർഷം മക്കയിലേക്ക് പ്രവേശിച്ചു. വഹൗല അൽ-കഅബതി 360 നുസുബൻ. അന്ന് കഅബക്ക് ചുറ്റും 360 ബിംബങ്ങളുണ്ടായിരുന്നു. فجعل النبي صلى الله عليه وسلم يطعنها بمخصرة في يده. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് ഈ ബിംബങ്ങൾ ഓരോന്നും കുത്തി തകർക്കുകയുണ്ടായി. വറുബ്ബമാ ഖാല വയഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തകർക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാതിൽ വമാ യുഈദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ജാഅൽ ഹഖ്, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാതിൽ, അസത്യം തകർന്നിരിക്കുന്നു, ഇന്നൽ ബാതില കാന സഹൂഖ, അസത്യം അത് തകരുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഅബയുടെ ചുറ്റും ശുദ്ധീകരിക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു തൽഹ എന്ന ആളെ വിളിപ്പിക്കുകയുണ്ടായി. ഉസ്മാൻ ഇബ്നു തൽഹ, അദ്ദേഹം കഅബയുടെ സൂക്ഷിപ്പ്, കഅബയുടെ താക്കോലും മറ്റും ഏൽപ്പിക്കപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. ബനു ഷൈബ എന്നാണ് ആ കുടുംബത്തിന് പേര് പറയുക. ഹിജാബത്ത് അവരുടെ ഉത്തരവാദിത്തമാണ്. കഅബയുടെ സംരക്ഷണവും കഅബയുടെ താക്കോൽ അവരുടെ കയ്യിലായിരിക്കും. ഉസ്മാൻ ഇബ്നു തൽഹ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് കഅബയുടെ താക്കോലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു, കഅബയുടെ താക്കോൽ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്റെ ഉമ്മയുടെ അരികിലേക്ക് ചെല്ലുകയും ആ താക്കോൽ വാങ്ങി വരികയും ചെയ്തു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ അതിന്റെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറുകയുണ്ടായി. അകത്ത് കയറി അകത്തും ചിത്രങ്ങളും മറ്റും, അവർ ആരാധിക്കുന്ന ചിത്രങ്ങളും മറ്റും സ്ഥാപിക്കപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം മായ്ച്ചു കളയുക കൂടി ചെയ്തു. ശേഷം കഅബയുടെ വാതിൽ അടച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനകത്ത് വെച്ച് നിസ്കരിച്ചു. ആ സമയത്ത് നബിയുടെ കൂടെ കഅബയുടെ അകത്ത് ഉസാമത്ത് ഇബ്നു സെയ്ദ്, അതുപോലെ ബിലാൽ, പിന്നെ ഈ കഅബയുടെ കാവൽ, കഅബയുടെ താക്കോലും മറ്റും ഏൽപ്പിക്കപ്പെട്ട ആൾ എന്ന് നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു തൽഹ എന്നീ 3 സഹാബിമാരായിരുന്നു ഉണ്ടായിരുന്നത് റളിയല്ലാഹു അൻഹും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അകത്ത് വെച്ച് നിസ്കരിക്കുകയുണ്ടായി. കഅബയുടെ അകത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നിസ്കരിക്കുകയുണ്ടായി. കാബയ്ക്ക് അകത്ത് വെച്ച് നിസ്കരിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ പല പണ്ഡിതന്മാരും കാബയുടെ അകത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് സുന്നത്തായ നിസ്കാരം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം കാബയ്ക്ക് ഉള്ളിലായാൽ കാബയെ മുഴുവനായി അഭിമുഖീകരിക്കുക എന്നത് സാധ്യമല്ല. കാബയുടെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ. കാബയുടെ ഉള്ളിൽ കയറിയല്ലോ. അതുകൊണ്ട് ഫർദ് അവിടെ പാടില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് അനുവദനീയമാണ്. കാരണം സുന്നത്ത് നിസ്കാരത്തിൽ ചില സന്ദർഭങ്ങളിൽ കാബയ്ക്ക് നേരെ തിരിയുക എന്നത് നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഫർദായ നിസ്കാരം ഇറങ്ങി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കും. എന്നാൽ സുന്നത്തായ നിസ്കാരമാണെങ്കിൽ വാഹനപ്പുറത്ത് വാഹനം ഏത് ദിശയിലാണോ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും. ഫർദായ നിസ്കാരമാകട്ടെ ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞിട്ടല്ലാതെ പാടില്ല. ചില സന്ദർഭങ്ങളുണ്ടാകും നമുക്ക് ഖിബ്ലയിലേക്ക് തിരിയാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള യാത്ര. വാഹനത്തിന് നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, നമ്മളല്ല വാഹനം ഓടിക്കുന്നത്, നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ നിർത്താൻ സാധിക്കുകയില്ല. അതുപോലെ ഖിബ്ലയുടെ ദിശയിലേക്ക് നമുക്ക് തിരിക്കാൻ സാധ്യമല്ല. വഖ്ത് കഴിയുന്നതിന് മുമ്പ് നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാനും സാധ്യമല്ല. ജംഅ ചെയ്യാൻ സാധിക്കുന്ന വഖ്തും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള ദീർഘമായ യാത്ര, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഫർദായ നിസ്കാരം ഖിബ്ലക്ക് നേരെ തിരിയാതെ നിസ്കരിക്കാം. അല്ലാത്ത സമയത്ത് പറ്റുകയില്ല. പക്ഷെ സുന്നത്ത് അങ്ങനെയല്ല. സുന്നത്ത് യാത്രയിൽ ഖിബ്ലക്ക് നേരെ തിരിയാതെ നിസ്കരിക്കാം. സുന്നത്തിന് അങ്ങനെ ധാരാളം ഇളവുകളുണ്ട്. ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ട്. നിൽക്കാൻ സാധിക്കുമെങ്കിലും ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇതെല്ലാം യഥാർത്ഥത്തിൽ സുന്നത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനങ്ങളാണ്. സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ. നോമ്പ് നോക്കൂ നിങ്ങൾ. ഫർദായ നോമ്പ് തലേന്ന് രാത്രി തന്നെ നിയ്യത്തുണ്ടായിരിക്കണം, പിറ്റേന്ന് നോമ്പായിരിക്കുമെന്ന്. ആ പുലരി നോമ്പിന്റെ സമയം ആരംഭിക്കുന്നതിന് മുമ്പേ നിയ്യത്തുണ്ടായിരിക്കണം. എന്നാൽ സുന്നത്ത് നോമ്പോ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നോമ്പാണെന്ന് നിയ്യത്ത് വെക്കാം. ഇങ്ങനെ സുന്നത്തായ അമലുകൾക്ക് കൂടുതൽ എളുപ്പവും അതുപോലെ വിശാലതയും നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണ്? അത് കൂടുതൽ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിമാരും നബിയും ഈ സഹാബിമാരും കഅബയിൽ അതിനകത്ത് കയറി നിസ്കരിക്കുകയുണ്ടായി. അതുപോലെ ചരിത്രത്തിന്റെ ചില കിതാബുകളിൽ ഹദീസിൽ സഹിഹായ സനദോടുകൂടി കാണാൻ സാധിക്കുകയില്ല എങ്കിലും ചരിത്രത്തിന്റെ കിതാബുകളിൽ അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറുകയും എന്നിട്ട് ബാങ്ക് വിളിക്കുകയും ചെയ്തതായി കാണാം. ഇസ്ലാം ആ നാട്ടിൽ അടിച്ചമർത്തപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറത്താക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയിപ്പിച്ച് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ വിജയിച്ച വേളയിൽ ആ ദിവസങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുകയും എന്നിട്ട് പ്രസംഗിക്കുകയും ഇസ്ലാമിലെ സുപ്രധാനമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് അൻസാറുകളായ ചില സഹാബിമാർക്ക് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മക്കയിൽ തന്നെ താമസം തുടരുമോ, ഇനി മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയില്ലേ എന്ന് പേടി തോന്നുകയുണ്ടായി. അവരിൽ ചിലർ പറഞ്ഞു, أما الرجل فأدركته رغبة في قريته ورأفة بعشيرته أترون إن فتح الله عليه أرضه وبلده يقيم بها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ നബിയുടെ കുടുംബക്കാരെ, നബിയുടെ നാട്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിരിക്കുന്നു. ഇനി അവിടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുകയില്ലേ എന്ന് അവർ പരസ്പരം സംസാരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മക്കയിൽ ഇത്രയും നബിയോട് ക്രൂരത കാട്ടിയ ആളുകൾ ഭൂരിപക്ഷത്തിനും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ജനതയോടുള്ള സ്നേഹം ഫലിപ്പിക്കുന്ന കാര്യമാണ്. അൻസാറുകൾ ഇതുകൂടി ആയപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി തിരിച്ചു വരുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇത് വഹി നൽകി. അൻസാറുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, യാ മഅശറ അൻസാർ, അൻസാറുകളെ. അവർ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുൽതും അമ്മ അർറജുലു ഫഅദ്റകത്ഹു റഗ്ബത്തുൻ ഫി ഖറിയതിഹി, ഇതാ തന്റെ നാട്ടിൽ നിൽക്കാനുള്ള മോഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിരിക്കുന്നു, എനിക്ക് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അൻസാറുകൾ പറഞ്ഞു, അതെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, കല്ല ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഹജർതു ഇലല്ലാഹി വഇലൈക്കും, അല്ലാഹുവിലേക്ക് പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഹിജറ വന്നവനാണ് ഞാൻ. വൽ മഹ്യാ മഹ്യാക്കും വൽ മമാതു മമാതുക്കും, ജീവിതം നിങ്ങളുടെ കൂടെയാണ്, മരണവും നിങ്ങളുടെ കൂടെയാണ്. എനിക്ക് ജീവിക്കാനുള്ള നാട് നിങ്ങളുടെ നാടാണ്, മരിക്കാനുള്ള നാടും നിങ്ങളുടെ നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. അവിടുത്തെ വഫാത്ത് മദീനയിൽ വെച്ചായിരുന്നു. മദീനയിലേക്ക് ഹിജറ പോയ സഹാബിമാർ മക്ക വിജയിച്ചടക്കിയപ്പോൾ മക്കയിൽ താമസമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നാട് ഉപേക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത്. പിന്നീട് അവിടേക്ക് തിരിച്ചുപോയി താമസിക്കുക, സ്ഥിരതാമസമാക്കുക എന്നത് പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ്. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരാൾ സദഖ നൽകിയത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. സദഖ ഒരാൾ നൽകിയാൽ അതിലേക്ക് തിരിച്ചു പോവുക എന്നത് വളരെ മോശമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിച്ചത് അങ്ങേയറ്റം ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത്. ഒരാൾ തന്റെ സദഖയിലേക്ക് തിരിച്ചു പോകുന്നുവെങ്കിൽ അവന്റെ ഉദാഹരണം കൽ കൽബി യഊദു ഫീ ഖൈഇഹി, ഛർദ്ദിച്ചതിലേക്ക് തിരിച്ചു ചെല്ലുന്ന കെൽബിനെ പോലെയാണ് അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലഇയാദു ബില്ലാഹ്. സദഖ അല്ലാഹുവിന് വേണ്ടി നൽകിയതാണ്, അത് പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച നാടാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഹിജറ വന്ന നാട്. അതുകൊണ്ടാണ് മക്ക വീണ്ടും ഇസ്ലാമിന്റെ നാടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ പിന്നെ താമസമാക്കാത്തത്. മക്കയാണ് മദീനയേക്കാൾ ശ്രേഷ്ഠം എന്നിട്ടുകൂടി. രണ്ട് നാടുകൾ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം? മക്കയാണോ മദീനയാണോ? സംശയമില്ല, മക്കയാണ്. മക്കക്കാണ് കൂടുതൽ ഫضലുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മക്ക ഫത്ഹിന് ശേഷം അവിടെ താമസിക്കാത്തത് ഇതുകൊണ്ടാണ്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് അൻസാറുകൾ അവർ കരയുകയുണ്ടായി. ഞാൻ പറഞ്ഞു പോയല്ലോ എന്നോർത്തുകൊണ്ട് അവർ പറഞ്ഞു, വല്ലാഹി മാ ഖുൽന അല്ലദീ ഖുൽന ഇല്ലാ ظن ബില്ലാഹി വബിറസൂലിഹി, അല്ലാഹുവിനെ അവന്റെ റസൂലിനെ അള്ളാഹുവിനോട് അവന്റെ റസൂലിനോടുമുള്ള പിശുക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് തന്നെ ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ വറസൂലഹു യുസദ്ദിഖാനികും വയഅദിറാനികും, നിങ്ങൾ പറഞ്ഞത് അള്ളാഹു ശരിവച്ചിരിക്കുന്നു, അവന്റെ റസൂലും ശരിവച്ചിരിക്കുന്നു. വയഅദിറാനികും, അള്ളാഹു നിങ്ങൾക്ക് ഒഴിവ് കഴിവ് തന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞത്, അതിന് നിങ്ങൾ പറഞ്ഞ ഈ ന്യായം അത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അവന്റെ റസൂലും സ്വീകരിച്ചിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹി മാ മിൻഹും അഹദുൻ ഇല്ലാ ബലഗ നഹ്റഹു ബിദ്ദുമൂഅ. നബി ഇത് പറഞ്ഞതോടെ എല്ലാവരും അവരുടെ നെഞ്ചിൽ കണ്ണുനീരെത്തുമാറ് കരയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത് പറഞ്ഞപ്പോൾ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ മക്കയിലും സമീപ പ്രദേശങ്ങളിലുമായി കഴിച്ചുകൂട്ടുകയാണ്. അതിനിടയിലാണ് ഹുനൈൻ, തായിഫ് യുദ്ധങ്ങൾ, ജഅറാനിൽ വെച്ചുള്ള ഉംറ, ഇതൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം തന്നെ മദീനയിലേക്ക് തിരിച്ചു പോകുന്നില്ല. കാരണം അവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് അതിന് സമീപത്തുള്ള ചില ബിംബങ്ങൾ, ആളുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ശുദ്ധീകരിക്കാൻ, തകർത്ത് കളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ നിയോഗിച്ചത്. പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പറഞ്ഞേക്കും. അങ്ങനെ ആ ശിർക്കിൽ നിന്ന് മക്കയും പരിസര പ്രദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇത് നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ കീഴിൽ ആ നാട് എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത്. അതിനു മുൻപ് നേരത്തെ ഉംറത്തുൽ ഖദിയ്യക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുതിർന്നിട്ടില്ല.
കാരണം ആ സമയത്ത് അതിന് മുതിർന്നാൽ അത് ഉദ്ദേശിച്ച ഫലം ചെയ്യുകയില്ല, ഉറപ്പാണ്. കാരണം അവിടെ അധികാരം മുസ്ലിമീങ്ങൾക്കല്ല. കൂടുതൽ ശക്തമായി ആ ശിർക്കിന്റെ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അധികാരമുള്ള മണ്ണിൽ അവരുടെ അധികാരം, അതിന്റെ ബലത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും ഖുവ്വത്തിന്റെ സന്ദർഭത്തിൽ, ശക്തിയുടെ സന്ദർഭത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളും ദാഫിന്റെ, ദൗർബല്യത്തിന്റെ, അധികാരമില്ലാത്ത അവസ്ഥയിൽ അവർ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം മാത്രം ഈ ശുദ്ധീകരണം നടത്തിയത്. യഥാർത്ഥത്തിൽ മക്ക ഫത്ഹ്, അത് ഫത്ഹു മക്ക എന്ന് പറയുന്നത് ആളുകൾ അതിനുശേഷം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ സംഭവമാണ്. എന്തുകൊണ്ടാണത്? കാരണം അറബികൾക്ക് എല്ലാവർക്കും അറിയാം കഅബ, അതിനു നേരെ ആരെങ്കിലും വന്നാൽ അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം അവരുടെ ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ച സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം നടന്നിട്ടുണ്ട്. ഏതാണ് സംഭവം? ആമുൽ ഫീൽ, വാഖിഅത്തുൽ ഫീൽ എന്നറിയപ്പെടുന്ന അബ്രഹത്തും കൂട്ടരും കഅബ നശിപ്പിക്കാൻ വന്നപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ച സംഭവം. അതുകൊണ്ട് ആളുകൾക്കറിയാം കഅബക്ക് നേരെ, മക്കക്ക് നേരെ വന്നാൽ അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് പല ഗോത്രങ്ങളും ഇസ്ലാം സ്വീകരിക്കാൻ മടിച്ചു നിന്നു. നേരത്തെ അവർ പറഞ്ഞു, മുഹമ്മദിനെയും മുഹമ്മദിന്റെ ഖൗമിനെയും നിങ്ങൾ വിട്ടേക്കുക, ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മക്കക്കുമേൽ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം ലഭിച്ചാൽ അദ്ദേഹം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ്, എങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇങ്ങനെ പറഞ്ഞ് കാത്തിരുന്ന പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ആ സംശയം ഫത്ഹ് മക്കയോടെ നീങ്ങുകയുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്തു പറഞ്ഞത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ ഫീ ദീനില്ലാഹി യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹുവിന്റെ സഹായവും ഫത്ഹും, അവിടെ ഉദ്ദേശിക്കപ്പെട്ട ഫത്ഹ് മക്കയാണ്, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സൂചനയുമാണ് ആ സൂറത്ത്. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. ഫത്ഹ് മക്കയോടെയാണ് ആളുകൾ കൂട്ടം കൂട്ടമായി, ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കാരണം മക്ക ഫത്ഹ് എന്ന് പറയുന്നത് അവരുടെ കണ്ണു തുറപ്പിച്ചു. അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ബോധ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖ്, നബിയുടെ സത്യസന്ധത അവർക്ക് ബോധ്യപ്പെട്ടു. ഇതിന് കാരണമായ കാര്യമാണ് ഫത്ഹു മക്ക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ബഹുഭൂരിപക്ഷം പേർക്ക് മാപ്പ് കൊടുത്തതും അവരെ വെറുതെ വിട്ടതുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കവിതയിലെ അടുത്ത ഭാഗം വിശദീകരിക്കുന്ന ഒരു വരി നിങ്ങൾ കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. وبعده قد أوردوا ما كان في يوم حنين ثم يوم الطائف. ഇതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന സുപ്രധാനമായ രണ്ട് സംഭവങ്ങളാണ് ഉർജൂസത്തുൽ മിഇയയിലെ ഈ വരിയിൽ നിങ്ങൾ കേട്ടത്. ഒന്ന് ഹുനൈൻ, മറ്റൊന്ന് തായിഫ്. ഹുനൈൻ യുദ്ധവും തായിഫ് യുദ്ധവും. യഥാർത്ഥത്തിൽ ഹുനൈനിന്റെ ഒരു ബാക്കി ഭാഗം മാത്രമാണ് തായിഫ്. അഥവാ ഹുനൈനിൽ പരാജയപ്പെട്ട ആളുകൾ തായിഫിൽ പോയി അവിടെ ഒരു കോട്ടയിൽ കഴിയുകയും മറ്റും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി അങ്ങോട്ട് ചെന്നു. അതിന്റെ ബാക്കി ഭാഗം തന്നെയാണ്, ഹുനൈൻ യുദ്ധത്തിന്റെ ഒരു ബാക്കി ഭാഗം പോലെ തന്നെയാണ് തായിഫ് യുദ്ധം എന്ന് പറയുന്നത്. ഹുനൈൻ യുദ്ധം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ച തൊട്ടുടനെയാണ്. അത് റമദാനാണെങ്കിൽ ഷവ്വാലിൽ, ഹിജ്റ 8ാമത്തെ വർഷം റമദാനിലാണ് ഫത്ഹു മക്കയെങ്കിൽ ഷവ്വാലിൽ തൊട്ടുടനെയാണ് ഹുനൈൻ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പോയിട്ടില്ല, മറിച്ച് മക്കയിൽ നിന്ന് തന്നെയാണ് ഹുനൈനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. ഔത്താസ് യുദ്ധം എന്നും ഹുനൈൻ യുദ്ധത്തിന് പേരുണ്ട്, ഔത്താസ്. കാരണം ഔത്താസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഹുനൈൻ യുദ്ധം നടന്നത്. ഹുനൈൻ യുദ്ധം നടക്കുന്നത് പ്രധാനമായും രണ്ട് ഗോത്രങ്ങളുമായിട്ടാണ്. ഒന്ന് ഹവാസിൻ, മറ്റൊന്ന് സഖീഫ്. ഹവാസിൻ
മറ്റൊന്ന് സഖീഫ്. പ്രബലമായ രണ്ട് ഗോത്രങ്ങളായിരുന്നു ഈ രണ്ട് ഗോത്രങ്ങൾ. മാത്രമല്ല ഇവരുടെ കൂടെ മറ്റു പല ഗോത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കും എതിരിൽ കൂടിച്ചേരുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചാൽ ഇനി തൊട്ടുടനെ തായിഫിലേക്ക് ഞങ്ങളുടെ അരികിലേക്ക് വരും എന്ന് തായിഫുകാരായ ആളുകൾ സഖീഫ് ഗോത്രവും മറ്റും മനസ്സിലാക്കി. അങ്ങനെ അവർ വലിയ സൈന്യത്തെ സംഘടിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ തിരിഞ്ഞു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അവരെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. തഖീഫ് ഗോത്രം, അതുപോലെ ഹവാസിൻ ഗോത്രം, അവരുടെ കൂടെ വേറെ പല ചെറിയ ഗോത്രങ്ങളും. ബനു സഅദ് ബിൻ ബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ ഹലീമ സഅദിയ, അവരുടെ ഗോത്രം ഇതാണ്, ബനു സഅദ് ബിൻ ബക്കർ. ഇങ്ങനെ ചില ചെറിയ മറ്റു ചില ഗോത്രങ്ങളും സഖീഫിന്റെയും ഹവാസിന്റെയും കൂടെ ചേർന്നു. അവരുടെ കൂടെ ദുറൈദ് ഇബ്നു സിമ്മ എന്നു പേരുള്ള വലിയ യുദ്ധതന്ത്രജ്ഞനായ ഒരാളുണ്ടായിരുന്നു. വലിയ പ്രായം ചെന്ന് അന്ധനായ ഒരാളായിരുന്നു. അയാളെ കൊണ്ട് യുദ്ധത്തിൽ വേറെ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ യുദ്ധം, അതിന്റെ തന്ത്രങ്ങൾ നന്നായി പഠിച്ച, മനസ്സിലാക്കിയ, അതിൽ വലിയ കഴിവുള്ള ആളായിരുന്നു. അയാളുടെ അഭിപ്രായങ്ങൾക്ക് ആളുകൾ വലിയ വില കൊടുത്തിരുന്നു. ഇങ്ങനെ പേരുള്ള ഒരു മുശ്രിക് ദുറൈദ് ബിൻ സിമ്മ എന്നു പേരുള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിന്റെ അതിൽ സംഘടിച്ച ആളുകളുടെ കൂടെ പോയി ചേർന്നു. അവരുടെ മുഴുവൻ നേതാവ് മാലിക് ബിൻ ഔഫ് എന്നു പേരുള്ള ഒരാളായിരുന്നു. മാലിക് ബിൻ ഔഫ് 20,000 വരുന്ന സൈന്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, മാലിക് ബിൻ ഔഫ് അവരോട് ഉത്തരവിട്ടു, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ കാലികളെയും എല്ലാം യുദ്ധത്തിന് കൊണ്ടുപോകാൻ. എന്തിനു വേണ്ടിയാണത് അയാളങ്ങനെ ചെയ്തത്? കാരണം തങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ പിന്നിൽ നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ അയാൾ മരിക്കുവോളം അങ്ങേറ്റം കഴിവിന്റെ പരമാവധി യുദ്ധം ചെയ്യും. അത് അയാൾക്കറിയാം. അതിനുവേണ്ടിയാണ് ഇവരൊക്കെ കുടുംബത്തെ ഒന്നാകെ കൂട്ടി സമ്പത്തും എല്ലാം എടുത്ത് യുദ്ധത്തിന് വരാൻ മാലിക് ബിൻ ഔഫ് ഉത്തരവിട്ടത്. അങ്ങനെ 20,000 വരുന്ന സൈന്യം അവിടെ സംഘടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഫത്ഹ് മക്കയ്ക്ക് വേണ്ടി വന്ന സഹാബിമാരും കൂടെ, അവർ 10,000 പേരുണ്ടായിരുന്നു. കൂടെ മക്കയിൽ വെച്ച് ആ സമയത്ത് മുസ്ലിമീങ്ങളായ 2,000 പേരെ, ഇങ്ങനെ 12,000 വരുന്ന സൈന്യവുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുറപ്പെട്ടു. ആയുധങ്ങൾ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്നു പേരുള്ള മുശ്രിക്കായിരുന്ന മക്കക്കാരനായ ആൾ, അദ്ദേഹം അന്ന് മുശ്രിക്കാണ്, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങുകയും ചെയ്തു. ഇങ്ങനെയാണ് പുറപ്പെടുന്നത്. 12,000 പേർ ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങളുടെ സൈന്യം ഒരു യുദ്ധത്തിലും ഇതിനു മുമ്പ് ഇത്ര വലിയ സൈന്യം ഉണ്ടായിരുന്നില്ല. 12,000 ആളുകൾ. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ചിലർ ആ യുദ്ധത്തിൽ പറഞ്ഞു എന്നാണ്, ഖില്ലത്ത് കൊണ്ട്, എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഇന്ന് പരാജയപ്പെടുകയില്ല, എണ്ണക്കുറവുകൊണ്ട് നമ്മൾ ഇത്തവണ തോറ്റുപോവുകയില്ല എന്ന് അവർ പറഞ്ഞു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ആ യുദ്ധത്തിൽ ആദ്യ സമയത്ത് പരീക്ഷിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത് മുസ്ലിമീങ്ങളായ പലരും ആ സൈന്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ യാത്രക്കിടയിൽ പ്രസിദ്ധമായ ദാത്തു അൻവാത്ത് എന്ന സംഭവം ഉണ്ടായത്. എന്തായിരുന്നു ദാത്തു അൻവാത്ത്? ദാത്തു അൻവാത്ത് എന്നാൽ മുശ്രിക്കുകൾ അവരുടെ ആയുധങ്ങൾ തൂക്കിയിട്ടിരുന്ന ഒരു മരമായിരുന്നു. അതിൽ ആയുധങ്ങൾ തൂക്കിയിട്ടാൽ എന്നിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് മുസ്ലിമീങ്ങളായ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. നബി, അവർക്ക് ഒരു ദാതു അൻവാത്ത് ഉള്ളതുപോലെ, ആയുധങ്ങൾ തൂക്കിയിടാനുള്ള മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്ത്, ഒരു മരം ഏർപ്പെടുത്തി തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്നഹ സുനൻ ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി كما قال بنو إسرائيل لموسى اجعل لنا إلها كما لهم آلهة. ബനു ഇസ്രായേലരോട്
ബനൂ ഇസ്രായേലർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഓ മൂസ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഏർപ്പെടുത്തി തന്നാലും, കണ്ടാരാധിക്കാനുള്ള ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തന്നാലും. അതുപോലത്തെ വാക്കാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഇന്നഹ സുനൻ, ഇത് പഴയകാലക്കാരുടെ ദുഷിച്ച ചര്യയാണ്. ലതർകബുന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യ നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കടുത്ത രൂപത്തിലാണ് അവരെ താക്കീത് ചെയ്തത്. മുശ്രിക്കുകളുടെ ഒരു ആചാരം കടമെടുക്കുന്ന രൂപത്തിൽ അവർ ചോദിച്ചതുകൊണ്ട്. കാരണം ആ ബറക്കത്തെടുക്കൽ അത് ശിർക്കിന്റെ രൂപമാണ്. ശിർക്കിന്റെ ബറക്കത്തെടുക്കണം. ഒരു സംഗതിയിൽ നിന്ന് ബറക്കത്ത് ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ശറഈയായ തബറുക്കാവുകയുള്ളൂ. ദീനിൽ അനുവദിക്കപ്പെട്ട തബറുക്ക് ബറക്കത്തെടുക്കലാകണോ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിരിക്കണം. 2, അതിൽ നിന്ന് ബറക്കത്തെടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശറഈയായ രൂപത്തിലായിരിക്കണം. 3, ബറക്കത്ത് ആ വസ്തുവിൽ നിന്നല്ല മറിച്ച് അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് നിശ്ചയിച്ചില്ല. അല്ലാഹു ബറക്കത്ത് നിശ്ചയിക്കാത്തതിന് ബറക്കത്തുണ്ടെന്ന് പറയാൻ പാടില്ല. ഈ കിണറ്റിൽ ഒരു വലിയ ഊതിയിട്ടുണ്ട്, അയാൾ തുപ്പിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ കിണറ്റിലെ വെള്ളത്തിൽ ബറക്കത്തുണ്ട്, ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് കോരിക്കൊണ്ടുപോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചതായി അല്ലാഹു അറിയിച്ചു തരണം, അല്ലെങ്കിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരണം. 2ാമത്തെ കാര്യം, ബറക്കത്ത് എടുക്കേണ്ടത് ശറഈയായ രൂപത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മസ്ജിദുകൾ ബറക്കത്തുള്ള സ്ഥലമാണ്. പക്ഷെ മസ്ജിദിലെ ബറക്കത്ത് എങ്ങനെയാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്? മസ്ജിദിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്ത്, ദിക്റുകൾ ചൊല്ലി, ഇങ്ങനെയാണ് മസ്ജിദിൽ ബറക്കത്ത് എടുക്കേണ്ടത്. അതല്ലാതെ മസ്ജിദിൽ കിടന്നുരുളുകയോ മസ്ജിദിലെ ചുമരുകൾ തൊട്ടു തടവുകയോ മസ്ജിദിലെ ചുമരുകൾ ചുംബിക്കുകയോ ചെയ്ത് ബറക്കത്തെടുക്കാൻ പാടുണ്ടോ? ഇല്ല. എങ്ങനെയാണോ ബറക്കത്തെടുക്കേണ്ടത് അങ്ങനെ ബറക്കത്തെടുക്കണം. അതുപോലെ ബറക്കത്തെടുക്കും. അതുപോലെ അള്ളാഹുവാണ് അതിൽ ബറക്കത്ത് നിശ്ചയിച്ചത് എന്ന് വിശ്വസിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ വിയർപ്പ് കൊണ്ട് സഹാബത്ത് ബറക്കത്തെടുത്തിരുന്നു. അള്ളാഹു നിശ്ചയിച്ച ബറക്കത്താണത്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച രൂപമാണത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖിന്റെയോ ഉമറുൽ ഖത്താബിന്റെ അരികിലേക്ക് അവർ ഈ തബറുക്കിനു വേണ്ടി ചെന്നിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമിനീര് കൊണ്ട് അവർ ബറക്കത്തെടുത്തിട്ടില്ല. ഉമറുൽ ഖത്താബിന്റെ ഉമിനീര് കൊണ്ടോ വിയർപ്പ് കൊണ്ടോ അവർ ബറക്കത്തെടുത്തിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. നബിയുടെ ശരീരം അത് ബറക്കത്തുള്ള ശരീരമാണ്. നബിയുടെ വിയർപ്പിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ഉമിനീരിന് ബറക്കത്തുണ്ട്. എന്നാൽ അതല്ലാത്ത ഒരാൾക്കും ആ ബറക്കത്ത് ഇല്ല. സഹാബിമാരിൽ ശ്രേഷ്ഠരായ ആളുകൾക്ക് പോലും അതില്ല. നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കർശനമായി ആ ചോദ്യത്തിന്റെ പേരിൽ അവരെ ശാസിക്കുകയുണ്ടായി. നോക്കൂ, ആ യാത്ര അങ്ങനെ ഹുനൈനിൽ എത്തുകയാണ്. ഹുനൈനിൽ എത്തിയ സന്ദർഭത്തിൽ ഒരാൾ കുതിരപ്പുറത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി തലഖ്തു ബൈന ഐദീകും ഹത്താ തലഅതു അലാ ജബലി കദാ വകദാ, ഞാൻ നിങ്ങളുടെ അരികിൽ നിന്ന് ഇന്ന് ഒരു പർവ്വതത്തിന്റെ അരികിലേക്ക് ചെന്നു. ഫഇദാ അന ബിഹവാസിന അൻ ബക്റതി അബീഹിം ബിദുഅനിഹിം വനഅമിഹിം വനിസാഇഹിം ഇജ്തമഉ ഫി ഹുനൈൻ. അതാ ഹവാസിൻ ഗോത്രം ഒന്നാകെ, അവരുടെ വാഹനങ്ങളും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം ഒന്നാകെ ഹുനൈനിൽ സമ്മേളിച്ചിരിക്കുന്നു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നാളെ മുസ്ലിമീങ്ങളുടെ ഗനീമത്താണ് എന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെടും. അതൊക്കെ മുസ്ലിമീങ്ങളുടെ യുദ്ധാർജിത സ്വത്തായി നാളെ മാറാനിരിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ യഹ്റുസുന ലൈല, ഈ രാത്രി നമുക്ക് കാവൽ നിൽക്കാൻ ആരുണ്ട്?
ആ സമയത്ത് അനസ് ഇബ്നു അബി മർസദ് എന്നു പേരുള്ള ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ്. അനസ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്ന് കാവൽ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർകബ്, എങ്കിൽ നീ വാഹനത്തിൽ കയറിക്കൊള്ളുക. ആ സഹാബി ഒരു കുതിരപ്പുറത്ത് കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. നബി പറഞ്ഞു, ഇസ്തഖ്ബിൽ ഹാദ അശ്ശഅബ ഹത്താ തകൂന ഫീ അലാഹ്, ഈ താഴ്വരയുടെ നേരെ പോവുക, എന്നിട്ട് അതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിൽക്കുക. വലാ തൻസിൽ മിൻ ഫറസിക ലൈല, ഇന്നത്തെ രാത്രി നീ നിന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് ഈ സഹാബിയെ അനസ് ഇബ്നു അബി മർസദ് എന്നു പേരുള്ള സഹാബിയെ നിയോഗിച്ചു. അങ്ങനെ രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൊണ്ട് നിസ്കരിച്ചു. നബി ചോദിച്ചു, നിങ്ങളുടെ അഫാരിസിന് കുതിരപ്പടയാളിയെ നിങ്ങൾ കണ്ടുവോ? അവർ പറഞ്ഞു, ഇല്ല. അങ്ങനെ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി യൽതഫിതു ഇല അശ്ശഅബ്, നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്വാരത്തിലേക്ക്, അതിന്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. നിസ്കാരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കാൻ പാടുണ്ടോ? അടിസ്ഥാന നിയമം എന്താണ്? സുജൂദിന്റെ ഭാഗത്തേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ. സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുക, കണ്ണ് മുകളിലേക്ക് ഉയർത്തുക പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയതാണ്. അതേസമയം മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഒരാൾക്ക് നോക്കേണ്ട ആവശ്യം വല്ലതും വന്നു, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നു, കുട്ടി അവിടെ നിന്ന് കളിക്കുകയാണ്, ചിലപ്പോൾ കുഞ്ഞ് വീഴാനോ മറ്റോ പോകുന്നുണ്ടാവും. ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കേണ്ട ആവശ്യം ഒരാൾക്ക് വന്നാൽ ഒരാൾക്ക് കണ്ണുകൾ കൊണ്ട് നോക്കാം. അതുപോരായെങ്കിൽ കഴുത്ത് തിരിച്ചുകൊണ്ട് നോക്കാം. ഇങ്ങനെയുള്ള ആവശ്യം ഉണ്ടായാൽ മാത്രം, അല്ലെങ്കിൽ നോക്കാൻ പാടില്ല. കാരണം നിസ്കാരത്തിലെ തിരിഞ്ഞു നോട്ടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താൻ, പിശാചിന്റെ ഒരു പിടിച്ചു പറയാണ്. നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് പിശാച് കവർന്നെടുക്കുന്നതാണ് നിസ്കാരത്തിലെ തിരിഞ്ഞു നോട്ടം. അതുകൊണ്ട് ആവശ്യമില്ലാതെ നോക്കരുത്. അതേസമയം ആവശ്യമുണ്ടായാൽ ഒരാൾക്ക് കണ്ണുകൾ അങ്ങോട്ടേക്ക് തിരിച്ചോ അല്ലെങ്കിൽ കഴുത്ത് തിരിച്ചോ നോക്കാം. പക്ഷേ ശരീരം തിരിക്കരുത്. ശരീരം തിരിച്ചാൽ എന്ത് സംഭവിക്കും? ഖിബ്ലയുടെ ദിശയിൽ നിന്ന് മാറും, നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാരം ബാത്തിലാവും. കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. തൊട്ടേനും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നത് പാടില്ല. സുജൂദിന്റെ സ്ഥലത്താണ് നോക്കേണ്ടത്. നിസ്കാരത്തിൽ അങ്ങും ഇങ്ങും നോക്കുക, കളിക്കുക, ഇതൊക്കെ നിസ്കാരത്തിന്റെ ഖുശൂഇന് എതിരാണ്. നമ്മളെന്തിനാണ് നിസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ. ഇത് ഇബാദത്താണ്, വേറെ ആർക്കെങ്കിലും വേണ്ടിയല്ല നിസ്കരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കുന്ന അവനവന് വേണ്ടിയാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ കളിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ശീലമാക്കരുത്, അനാവശ്യമായി നോക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, അനാവശ്യങ്ങൾ ആവശ്യമാണെന്ന് വലിച്ചു തീർത്ത് നോക്കരുത്. പക്ഷേ പറഞ്ഞു വന്നത്, ഒരാൾക്ക് ഗൗരവപ്പെട്ട ആവശ്യം വന്നാൽ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ കഴുത്ത് തിരിച്ചോ നോക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോക്കുന്നത് യുദ്ധത്തിന്റെ സന്ദർഭത്തിനാണ്. ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന നോട്ടമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയത്. അങ്ങനെ നോക്കൂ. അതിനുശേഷം നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിറൂ ഫഖദ് ജാഅകും ഫാരിസുക്കും, ഇതാ നിങ്ങളുടെ കുതിരപ്പടയാളി വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഈ സഹാബി അനസ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വന്ന് നബിക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നി തലഖ്തു ഹത്താ കുൻതു ഫി അലാ ഹാദാ ശഅബി ഹൈതു അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فلما أصبحت طلعت الشعبين كليهما فنظرت فلم أرى أحدا. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ ഈ താഴ്വാരത്തിന്റെ മുകളിൽ നിന്നും ഞാൻ എല്ലാ ഭാഗങ്ങളും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ നസൽത ലൈല, നീ കഴിഞ്ഞ രാത്രി നിന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയോ? നബി ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. സഹാബി പറഞ്ഞു, ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഇല്ല മുസല്ലിയൻ ഔ ഖാദിയൻ ഹാജ, നിസ്കരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യം അത് നിർവഹിക്കാനോ മറ്റോ അല്ലാതെ, മൂത്രമൊഴിക്കാനോ മറ്റോ അല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഔജബ്ത ഫലാ അലൈക അല്ലാ തഅമല ബഅദഹാ, നിനക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കും. ഔജബ്ത, നീ ഇതിനുശേഷം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹത്തരമായ
സന്തോഷ വാർത്ത ആ സഹാബിയെ അറിയിക്കുന്നുണ്ട്. അനസ് ഇബ്നു അബി മർസദ് എന്ന സഹാബിയെ. കാരണം അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള കാവലിരിക്കലാണ്. മുസ്ലിമീങ്ങൾ എന്നാൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങളല്ല, അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും വേണ്ടിയാണ് ആ കാവലിരുന്നത്. സാധാരണ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരാൾ കാവലിരുന്നാൽ തന്നെ അത് ശ്രേഷ്ഠമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കണ്ണുകൾ അതിനെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്, മറ്റൊന്ന് അള്ളാഹുവിന് വേണ്ടി കാവലിരുന്ന കണ്ണുകളാണ്. വേറെ ചില ഹദീസുകളിൽ മറ്റൊരു കണ്ണുകൂടി വന്നിട്ടുണ്ട്. അതേതാ? അള്ളാഹു ഹറാമാക്കിയതിലേക്ക് നോക്കാതെ താഴ്ത്തിയ കണ്ണുകൾ, അള്ളാഹുവിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാവലിരുന്ന കണ്ണുകൾ, ഉറക്കമിളച്ച കണ്ണുകൾ. അതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ. പിന്നെയോ അള്ളാഹു ഹറാമാക്കിയതിലേക്ക്, അന്യ സ്ത്രീകളിലേക്ക്, മോശമായ രംഗങ്ങളിലേക്ക് ഒന്നും നോക്കാതെ നോക്കേണ്ടി വന്നാൽ താഴ്ത്തിയ കണ്ണുകൾ, അവയെ നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വലക്കും തൗഫീഖ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഹുനൈനിൽ എത്തിച്ചേർന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എത്തുന്നതിന് മുൻപ് ശത്രുക്കൾ അവിടെ എത്തിയിരുന്നു. മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിൽ ഹവാസിൻ, സഖീഫ് ഗോത്രങ്ങളും കൂടെയുള്ളവരുമൊക്കെ അവിടെ എത്തും. അവരെന്ത് ചെയ്യും? അവർ ഗംഭീരമായി അമ്പെയ്ച്ചറിയുന്ന അതിൽ അഗ്രഗണ്യന്മാരായ ആളുകളായിരുന്നു. മാലിക് ബിൻ ഔഫ് എന്തു ചെയ്യും? അവരിലെ സൈന്യത്തെ പല ഭാഗത്തായി, വരുന്നവർക്ക് കാണാൻ സാധിക്കാത്ത പല ഒളിയിടങ്ങളിലായി പല ഭാഗത്തായി നിർത്തി. ഹുനൈനിൽ പല ഭാഗത്ത് പതിയിരിക്കാൻ കഴിയുന്ന, വരുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലും ആളുകളെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, അവർ വന്നാൽ, മുസ്ലിമീങ്ങൾ വന്നാൽ നിങ്ങൾ അവർക്ക് നേരെ അമ്പുകളുടെ മഴ പെയ്യിക്കുക, അതിശക്തമായി അമ്പെയ്യുക. എന്നിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യൻ എങ്ങനെയാണോ ചെല്ലുക അതുപോലെ ഒറ്റയടിക്ക് എല്ലാവരും കൂടി അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞു. മാലിക് ബിൻ ഔഫ് അവരെ ആദ്യമേ ഹുനൈനിലെത്തുകയും എന്നിട്ട് ഈ രൂപത്തിൽ അവരെ നിർത്തുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അതിനു ശേഷമാണ് മുസ്ലിമീങ്ങളുമായി ഹുനൈനിലെത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യുദ്ധത്തിനുള്ള അണികളായി നിർത്തുകയും ഹുനൈനിലേക്ക് കടക്കുകയും ചെയ്തു. പക്ഷെ ഹുനൈനിലേക്ക് കടന്ന ഉടനെ അപ്രതീക്ഷിതമായി അവർ നേരിടേണ്ടി വരുന്നത് 4 ഭാഗത്തു നിന്നും വരുന്ന അമ്പുകളാണ്. അതിനുശേഷം ഒറ്റയടിക്ക് ഈ സൈന്യം മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയാണ്. നോക്കൂ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹ് മുസ്ലിമിൽ കാണാം. ആ സഹാബി പറയുന്നു, ഫലഖൂ ഖൗമൻ റുമാതൻ ലാ യകാദു യസ്ഖുതു ലഹും സഹ്മുൻ. ഹുനൈനിൽ ചെന്നപ്പോൾ മുസ്ലിമീങ്ങൾ നേരിട്ടത് അമ്പെയ്ത്തുകാരായ ഒരു ഖൗമിനെയാണ്. അവരുടെ ഏതെങ്കിലും ഒരു അമ്പ് ലക്ഷ്യം തെറ്റാതെ പോകുന്നില്ല എന്ന് പറഞ്ഞ ഏതാണ്ട് എല്ലാ അമ്പും അവർ ലക്ഷ്യം വെച്ചെടുത്ത് വന്ന് തറക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളുടെ ശരീരത്തിൽ വന്ന് തറക്കുന്നുണ്ട്. ഫറശഖൂഹും റശ്ഖൻ മാ യകാദൂന യുഖ്തിഊൻ. ഒരു അമ്പ് മഴ പെയ്യിച്ചു, തെറ്റുന്നില്ല, ഓരോന്നും വന്ന് ഓരോ ആളുടെ മേൽ കൊള്ളുകയാണ്. എന്ത് സംഭവിച്ചു? മുസ്ലിമീങ്ങൾ ചിതറി ഓടിപ്പോയി. അവരിൽ പലരും പുതുതായി ഇസ്ലാമിലേക്ക് വന്നതാണ്. പെട്ടെന്നുണ്ടായ ആക്രമത്തിൽ ഉഹദിൽ എന്നതുപോലെ അവർ ചിതറിപ്പോയി, പിന്തിരിഞ്ഞോടിപ്പോയി. ഉഹദിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഉഹദിൽ ആദ്യം മുസ്ലിമീങ്ങൾക്ക് വിജയവും പിന്നീട് മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളുമാണ് നേരിട്ടത്. എന്നാൽ ഹുനൈനിൽ നേരെ തിരിച്ചാണ്. ഹുനൈനിൽ ആദ്യം മുസ്ലിമീങ്ങൾ അവർ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ വന്നു. ഹുനൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അടുത്ത് മുസ്ലിമീങ്ങളായ ചില ആളുകളും കൂടാതെ മക്കയിൽ ഉണ്ടായിരുന്ന ഇസ്ലാം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്ത ചില മുശ്രിക്കുകളും പുറപ്പെട്ടിരുന്നു. മുസ്ലിമീങ്ങളുടെ കൂടെ മുശ്രിക്കുകളായ ചില ആളുകളും മുസ്ലിമീങ്ങളുടെ കൂടെ പുറപ്പെട്ടു. അവരിൽ ചില ആളുകൾ ഇത് കണ്ടപ്പോൾ പിന്നെയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവർ മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അലാ ബത്തല സിഹ്റുൽ യൗം, ഇതാ ഇന്ന് സിഹർ പൊളിഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ദീനിനെ സിഹറാണെന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നാൽ പരാജയം കണ്ടപ്പോൾ സിഹർ പൊളിഞ്ഞു, മായാജാലക്ക് ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഒരു ബഗ്ലത്തുൻ ബൈദാ,
വെള്ള നിറത്തിലുള്ള ഒരു ബഗലത്തിന്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ബഗലത്ത് എന്നാൽ കോവർ കഴുതയാണ്. കുതിരയും കഴുതയും ചേർന്ന സങ്കര ഇനമാണ്. അതിനാണ് ബഗലത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ള നിറത്തിലുള്ള തന്റെ ബഗലത്തിന്റെ പുറത്താണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ പിതൃ സഹോദരൻ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ ബിൻ ഹർബല്ല, ഖുറൈശികളുടെ നേതാവല്ല ആയ അബൂ സുഫിയാൻ. ഇത് വേറെ അബൂ സുഫിയാനാണ്. ഈ അബൂ സുഫിയാന്റെ കഥ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയത്തിൽ കൂട്ടുകാരനായിരുന്നു. പക്ഷേ നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച് കവിതകൾ എഴുതി ഒടുവിൽ ഫത്ഹ് മക്കയോട് അടുപ്പിച്ച് ആണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അലി ബിൻ അബി താലിബ് നബിയുടെ മുന്നിൽ വന്ന് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബി എന്താണോ സഹോദരങ്ങളോട് ഒടുവിൽ തിരിച്ചു പറഞ്ഞത്, മാപ്പ് കൊടുത്ത ആ വാക്ക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ മുസ്ലിമായ സഹാബിയാണ് ഹുനൈനിൽ ഈ മഹാനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്നു. നബിയുടെ ഈ ബഗലത്ത്, നബിയുടെ വാഹനം മുന്നോട്ട് പോകാതിരിക്കാൻ, ശത്രുക്കളുടെ നേരെ എടുത്തു ചാടാതിരിക്കാൻ അദ്ദേഹം അതിനെ പിടിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കാരണം അത് അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് കുതിച്ചു പോകാതിരിക്കാൻ അങ്ങനെ ശ്രമിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ധീരത അറിയിക്കുന്ന സംഭവമാണ് ഹുനൈനിൽ നടന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കാന അശ്ജഅൻ നാസ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ധീരനാണ്. കാരണം ഷജാഅത്ത് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ്. ഉദാരത പോലെ, ലജ്ജ പോലെ ശ്രേഷ്ഠമായ ഖുലുഖുകളിൽ ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ എന്തിനെ എണ്ണിയിട്ടുള്ളത്? ഷജാഅത്തിനെ എണ്ണിയിട്ടുള്ളത്, ധീരതയെ എണ്ണിയിട്ടുള്ളത്. ധീരത എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ധീരതയായിരിക്കണം. ചില ആളുകൾ അവർ ചെയ്യുന്ന പൊട്ടത്തരങ്ങൾക്ക് ധീരത എന്ന് പേര് വിളിക്കും. വിഡ്ഢിത്തം പ്രവർത്തിക്കലല്ല ധീരത എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഷജാഅത്ത് എന്തോ അത് യഥാവിധി ഉണ്ടായിരുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സഹാബിമാർ പലരും പറഞ്ഞിട്ടുള്ളത്. അലി ബിൻ അബി താലിബ് പറഞ്ഞിട്ടുണ്ട്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അവർ പറഞ്ഞത് കുന്ന വല്ലാഹി ഇദാ ഹ്മറൽ ബഅസു നത്തഖി ബിഹ്, ഞങ്ങൾ യുദ്ധം കടുത്താൽ, യുദ്ധം അതിന്റെ കൊടുമ്പിരിയിലെത്തിയാൽ ഞങ്ങൾ എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിൽക്കും, നബിയെ പരിചയമായി സ്വീകരിക്കും. വഇന്ന ശുജാഅ മിന്ന ലല്ലദി യുഹാദി ബിഹ്, ഞങ്ങൾ ഏറ്റവും ധീരത ഉള്ളവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സ്ഥാനത്ത്, അതേ വരിയിൽ നിൽക്കുന്നവനായിരിക്കും. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഏറ്റവും മുന്നിലായിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്നിലായിരിക്കും അതിന്റെ ഏറ്റവും ചൂടേറിയ സമയത്ത്. ഹുനൈനിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബഗലത്തിനെ, ഈ ബഗലത്ത് എന്ന് പറയുന്ന മൃഗം കുതിരയെ പോലെ അതിവേഗം മുന്നോട്ടൊന്നും ചാടാൻ സാധിക്കാത്തതാണ്, അത്ര ബലമില്ലാത്തതാണ്. അതുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേരെ ചെല്ലുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യുന്നു ഉച്ചത്തിൽ, അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന നബിയു ലാ കദിബ്, ഞാനാണ് നബി, ലാ കദിബ് കളവ് പറയുകയല്ല, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാനാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ പേര് അറിയിച്ചുകൊണ്ട് ആ സമയത്ത് പറയുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ ഉറച്ചു നിന്നു. അങ്ങനെ ഏതാനും സഹാബിമാർ അവിടെ ഉറച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, യാ അബ്ബാസ് നാദി അസ്ഹാബ സമൂറ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നല്ല ശബ്ദമുണ്ടായിരുന്ന സഹാബിയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അസ്ഹാബു സമൂറ, ആ മരത്തിന് കീഴിൽ എന്നോട് പ്രതിജ്ഞ ചെയ്ത സഹാബിമാരെ വിളിക്കൂ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉച്ചത്തിൽ വിളിച്ചു, യാ ലൽ മുഹാജിരീൻ യാ ലൽ അൻസാർ. ഇത് കേട്ടതോടെ സഹാബിമാർ അങ്ങുമിങ്ങുമായി പോയവർ അതിവേഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കുതിച്ചു വരികയാണ്. അങ്ങനെ യുദ്ധം വീണ്ടും അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന അവസ്ഥയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, അൽ ആന ഹമിയൽ വതീസ്, ഇപ്പോഴാണ് യുദ്ധം അതിന്റെ ചൂട് പിടിച്ചിട്ടുള്ളത്. സുമ്മ അഖദ ഹസയാത്തിൻ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ പോലെ എന്തു ചെയ്തു? ഏതാനും ഒരു പിടി മണ്ണ്, ചരൽ, അത് കയ്യിലെടുത്ത് കുഫാറുകളുടെ നേരെ, അവരുടെ മുഖങ്ങൾക്ക് നേരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഷാഹത്തിൽ വുജൂഹ്, ആ മുഖങ്ങൾ അത് കെട്ടുപോകട്ടെ. അവരിൽ ഓരോരുത്തരുടെ വായിലും കണ്ണിലും മണ്ണ് മൂടിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഏറിൽ.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻഹസമു വറബ്ബിൽ കഅബ ഇൻഹസമു വറബ്ബിൽ കഅബ. ചില റിവായത്തുകൾ കാണാം ഇൻഹസമു അവർ പരാജയപ്പെട്ടിരിക്കുന്നു വറബ്ബി മുഹമ്മദ് മുഹമ്മദിന്റെ റബ്ബ് തന്നെ സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. മലായികത്ത് ഹുനൈനിലും ഇറങ്ങുകയുണ്ടായി മുശ്രിക്കുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒടുവിൽ അവരെ പരാജയപ്പെടുത്തി. ഇതേക്കുറിച്ചാണ് സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞത് ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ വയൗമ ഹുനൈനിൻ ഇദ് അഅജബത്കും കസറതുകും ഫലം തുഗ്നി അൻകും ശൈആ وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين لقد نصركم الله في مواطن كثيرة. الله നിങ്ങളെ ധാരാളം സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ ഹുനൈനിന്റെ ദിവസവും ഇത് അജബത്കും കസറതുക്കും നിങ്ങളുടെ എണ്ണത്തിൽ ആധിക്യം കണ്ട് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നി. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആളില്ലാതെ നമ്മൾ ഇത്തവണ തോറ്റുപോവുകയില്ല എന്ന് മുസ്ലിമീങ്ങൾ ചിലർ പറഞ്ഞു എന്നാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞു ആ എണ്ണം നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. ഫലം തുഗ്നി അൻകും ശൈആ വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് ثم വല്ലൈതും മുദ്ബിരീൻ. ഭൂമി വിശാലമായ ഭൂമി നിങ്ങൾക്ക് കുടുസായി തോന്നി, നിങ്ങൾ പിന്തിരിഞ്ഞോടി. ثم أنزل الله سكينته على رسوله وعلى المؤمنين. അല്ലാഹു അവന്റെ റസൂലിനും മുഅ്മിനുകൾക്കും അവങ്കൽ നിന്നുള്ള സക്കീനത്ത് സമാധാനം ഇറക്കുകയുണ്ടായി. وأنزل جنودا لم تروها നിങ്ങൾ കാണാത്ത സൈന്യത്തെ അല്ലാഹു ഇറക്കുകയുണ്ടായി. وعذب الذين كفروا ആ കാഫിറുകൾ അല്ലാഹു പരാജയപ്പെടുത്തി. وذلك جزاء الكافرين അതാണ് കാഫിറുകൾക്കുള്ള പ്രതിഫലം. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഹുനൈനിൽ ഒടുവിൽ ആ യുദ്ധത്തിന്റെ അവസാനം വിജയം നേടുകയുണ്ടായി. മുശ്രിക്കുകൾ അവർ പിന്തിരിഞ്ഞോടുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ ഹവാസിൻ ഗോത്രത്തിന്റെയും യുദ്ധത്തിന് കൂടിയ ആളുകളുടെയും ഒക്കെ നേതാവായി അവർ സ്വീകരിച്ച മാലിക് ഇബ്നു ഔഫിന്റെ നേതൃത്വത്തിൽ അവരെന്തു ചെയ്തു? അവർ തായിഫിലേക്ക് ചെല്ലുകയും അവിടെ ഒരു കോട്ടയിൽ അവർ അഭയം തേടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബു ആമിർ അൽ-അശ്അരി എന്നു പേരുള്ള ഒരു സഹാബിയെയും കൂടെ ഏതാനും പേരെയും ഒരു സൈന്യത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഹുനൈനിൽ വിജയിച്ചതിനു ശേഷമാണ്. ഹുനൈനിൽ ആ യുദ്ധാർജിത സ്വത്ത്, വലിയ സ്വത്ത് മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായ ഗനീമത്തായി ഹുനൈനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഗനീമത്തിനെ കുറിച്ച് മുമ്പ് പല സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ശറഈയായ യഥാർത്ഥ യുദ്ധത്തിന്റെ ഫലമായി മുസ്ലിമീങ്ങൾക്ക് നൽകുന്നതാണ്. അത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ റിസ്ഖുകളിലൊന്നാണ്. അതല്ലാതെ അത് ഒരു അന്യായത്തിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതല്ല, മറിച്ച് മിൻ അഫ്ദലുർ റിസ്ഖ്, ഏറ്റവും ശ്രേഷ്ഠമായ റിസ്ഖാണ് അത് എന്നാണ്. ഇസ്ലാമിന്റെ ശരിയായ യുദ്ധത്തിൽ മുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ നടക്കുന്ന ഇസ്ലാമിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ശറഈയായ യുദ്ധത്തിലൂടെ ലഭിക്കുന്ന യുദ്ധാർജിത സ്വത്തുക്കൾ മാത്രമാണ്. അതല്ലാതെ അന്യായമായി കണ്ണിൽ കണ്ടവരുടെ സ്വത്ത് ഒരാൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞെടുത്താൽ അത് ഹറാമായ മുതലാണ്, യഥാർത്ഥ സമ്പത്തല്ല, യഥാർത്ഥ ഗനീമത്തല്ല. എന്നാൽ യഥാർത്ഥ ഗനീമത്ത് അത് ശ്രേഷ്ഠമായ റിസ്ഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജുഇല റിസ്ഖി തഹ്ത ദില്ലി റുംഹി, എന്റെ റിസ്ഖ് അല്ലാഹു എന്റെ കുന്തത്തിന്റെ തണലിലാണ്, എന്റെ ആയുധത്തിന്റെ തണലിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ശ്രേഷ്ഠമായ റിസ്ഖാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനും സഹാബത്തിനും അതാണ് അല്ലാഹു നൽകിയത്. അത് യഥാർത്ഥ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്നത്. അത് വലിയ ഒരളവ് ഈ യുദ്ധത്തിൽ ഹുനൈനിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബു ആമിർ അൽ-അശ്അരി എന്ന സഹാബിയെ പറഞ്ഞയച്ചു. ഈ സഹാബി അബൂ മൂസ അൽ-അശ്അരി എന്ന സഹാബിയുടെ പേര് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാകും. ആ സഹാബിയുടെ പിതൃ സഹോദരനാണ്, അദ്ദേഹത്തിന്റെ അമ്മാൻ, പിതാവിന്റെ സഹോദരനാണ്. ആര്? അബൂ ആമിർ അൽ-അശ്അരി, അബൂ മൂസ അൽ-അശ്അരിയുടെ പിതൃ സഹോദരനാണ്. അവരെല്ലാം അശ്അരി ഗോത്രക്കാരായിരുന്നു. യമനാണ് യഥാർത്ഥത്തിൽ അവരുടെ അസ്ൽ അവിടെയാണ്.
അശാരി ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ സഹാബിയുടെ നേതൃത്വത്തിൽ പിന്തിരിഞ്ഞോടിയ മുശ്രിക്കുകളുടെ പിന്നാലെ ഒരു സംഘം ചെന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ദുറൈദ് ബിൻ സിമ്മ എന്നു പേരുള്ള വയസ്സായ ആ യുദ്ധതന്ത്രജ്ഞൻ അയാൾ മുസ്ലിമീങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ പ്രായമേറിയവരെ, വൃദ്ധന്മാരെ, അതുപോലെ തങ്ങളുടെ ആരാധനാ കേന്ദ്രത്തിൽ ഇബാദത്ത് ചെയ്തിരിക്കുന്ന പുരോഹിതന്മാരെ, കുട്ടികളെ, സ്ത്രീകളെ, ഇവരെ പോലുള്ളവരെ കൊല്ലരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ, ചിലപ്പോൾ യുദ്ധത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തും മറ്റും പങ്കെടുക്കുന്നവർ, അവർക്ക് ആ ഇളവ് ബാധകമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളെ നേരിടാൻ പറഞ്ഞയച്ച അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി അവിടെ കൊല്ലപ്പെടും. അദ്ദേഹത്തിന് വെട്ടേറ്റതിനു പിന്നാലെ അദ്ദേഹത്തെ അബൂ മൂസ അൽ അശ്അരി, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ അബൂ മൂസ അൽ അശ്അരി കാണും. അബൂ മൂസ അൽ അശ്അരിയെ കണ്ട സമയത്ത് ഈ സഹാബി അദ്ദേഹത്തിന്റെ മരണവേളയിലാണുള്ളത്. വെട്ടേറ്റ് മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇൻതലഖ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെല്ലുക, ഫഅഖ്രിഉഹു മിന്നി സലാം, എന്റെ സലാം പറയുക, വഖുൽ ലഹു, നബിയോട് പറയുക, യഖൂലു ലക അബി ആമിർ ഇസ്തഗ്ഫിർ ലി, അബൂ ആമിർ നബിയെ താങ്കളോട് എനിക്ക് വേണ്ടി പാപമോചനം തേടണം എന്ന് പറയുന്നു, അതുകൂടി അറിയിക്കുക എന്ന് ഈ സഹാബി അബൂ ആമിർ അൽ അശ്അരി തന്റെ സഹോദരന്റെ മകനായ അബൂ മൂസ അൽ അശ്അരിയെ പറഞ്ഞയച്ചു. അബൂ മൂസ അൽ അശ്അരി അബൂ ആമിറിനെ വെട്ടിയ മുശ്രിക്കായവനെ കൊലപ്പെടുത്തി. അവന്റെ പിന്നാലെ ഓടിച്ചപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. അപ്പൊ അബൂ മൂസ അൽ അശ്അരി പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഓടാ? അപ്പൊ അയാൾ അവിടെ തന്നെ നിന്നു. അഭിമാനം കൊണ്ട് ഓടാൻ തോന്നിയില്ല, അവിടെ തന്നെ നിന്നു. അബൂ മൂസ അൽ അശ്അരി അയാളെ നേരിടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അബൂ മൂസ അൽ അശ്അരി ചെന്നു. എന്നിട്ട് പറഞ്ഞു, അബൂ ആമിർ പറയുന്നു, ഖുൽ ലഹു യസ്തഗ്ഫിർ ലി, നബിയോട് എനിക്ക് വേണ്ടി പാപമോചനം തേടണമെന്ന് പറയാൻ. فجاء رسول الله صلى الله عليه وسلم بماء فتوضأ منه ثم رفع يديه. رسول الله صلى الله عليه وسلم വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വുദൂ ചെയ്തു, എന്നിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വുദൂ ചെയ്തിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പ്രാർത്ഥന സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കാര്യമാണ്. വുദൂ ഇല്ലാതെ ഒരാൾക്ക് ദുആ ചെയ്യാമോ? ദുആ ചെയ്യാം. ചെറിയ അശുദ്ധി മാത്രമല്ല, വലിയ അശുദ്ധിയിലായിരിക്കെ പോലും ഒരാൾക്ക് ദുആ ചെയ്യുന്നതിന് തടസ്സമില്ല. ദുആവും ദിക്റും ആ സമയത്തും അനുവദിക്കപ്പെട്ടതാണ്. ഖുർആൻ പാരായണം വലിയ അശുദ്ധി ഉണ്ടായിരിക്കാൻ പാടില്ല. പക്ഷെ ദുആ ഏത് സമയത്തും അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ വുദൂ ചെയ്തിട്ട് ദുആ ചെയ്യുക എന്നത് കൂടുതൽ നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തു, എന്നിട്ട് ഇരു കൈകൾ ഉയർത്തി എന്നിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മഗ്ഫിർ ലി ഉബൈദ് നബി ആമിർ, അബൂ ആമിറിന് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, നിന്റെ അടിമയായ അബൂ ആമിറിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി 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 നബിയുടെ കക്ഷത്തിന്റെ വെളുപ്പ് ഞാൻ കാണുകയുണ്ടായി എന്ന് അബൂ മൂസ അൽ അശ്അരി പറയുകയാണ്. എന്നിട്ട് നബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽഹു യൗമൽ ഖിയാമത്തി ഫൗഖ കസീരിൻ മിൻ ഖൽഖിക്, നബിയെ നിന്റെ അല്ലാഹുവേ നിന്റെ പടപ്പുകളിൽ ഒരുപാട് പേരെക്കാൾ മുകളിൽ നീ അബൂ ആമിറിനെ പരലോകത്ത് കൊണ്ടുവരണേ. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അമ്മന് വേണ്ടി ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ അബൂ മൂസ അൽ അശ്അരി പറഞ്ഞു, വലിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചാലും, വലിയ യാ റസൂലല്ലാഹി ഫസ്തഗ്ഫിർ, എനിക്ക് വേണ്ടിയും പാപമോചനം തേടിയാലും. فقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, اللهم اغفر لي عبد الله بن قيس ذنبه, അല്ലാഹു അബ്ദുല്ലാഹ് ഇബ്നു ഖൈസിന് നീ പാപം പുറത്തു കൊടുക്കണേ. അബൂ മൂസ അൽ അശ്അരിയുടെ പേരെന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ്. അബൂ മൂസ എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. وادخله يوم القيامه مدخلا كريما, അല്ലാഹുവേ നീ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് അബൂ മൂസയെ പരലോകത്ത് പ്രവേശിപ്പിക്കണമേ. ഈ ഹദീസിൽ തൗഹീദിന്റെ മഹത്തരമായ ഒരു പാഠം നമുക്ക് കാണാം. എന്താണ് ഈ മഹാനായ സഹാബി അബൂ ആമിർ, അദ്ദേഹം മരണവേളയിൽ അബൂ മൂസ അൽ അശ്അരിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് എന്തു പറയുക? എനിക്ക് വേണ്ടി പാപമോചനം തേടാൻ പറയുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലല്ലാഹ് ഇഗ്ഫിർലി, എനിക്ക് വേണ്ടി പൊറുക്കണേ എന്ന് തേടിയോ? ഇല്ല, പോരാ. ഒരു തവസ്സുൽ പോലും അവിടെ ഈ സഹാബി നടത്തിയിട്ടില്ല. മരണവേളയാണ്. ശരിക്കും പറയാൻ സാധിക്കുമോ എന്ന് പേടി തോന്നുന്ന സമയമാണ്. എന്നിട്ടും എന്താണ് പറയുന്നത്? ഒരാളെ പറഞ്ഞേൽപ്പിക്കുകയാണ്. എന്തിന്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം എനിക്ക് വേണ്ടി പാപമോചനം അള്ളാഹുവിനോട് തേടാൻ എന്ന്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി തേടണേ നബിയെ എന്ന് അവിടെ ഇല്ലാത്ത ഈ സഹാബി വിളിച്ചു പറയുന്നില്ല. കാരണം അവരുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്നാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഗൈബ് അറിയില്ല. എവിടെ വിളിച്ചു വിളിച്ചാലും കേൾക്കുന്നവൻ റബ്ബ് മാത്രമാണ്. അതുകൊണ്ടാണ് മറ്റൊരു മഹാനായ സഹാബി ആമിർ, ആ സഹാബി മുശ്രിക്കുകളുടെ കയ്യാൽ കൊല്ലപ്പെടുന്ന വേളയിൽ എന്തു പറഞ്ഞത്? അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹു ഞങ്ങളുടെ കാര്യം നിന്റെ നബിയെ അറിയിക്കണമേ. സഹീഹ് ബുഖാരിയിൽ കാണാം. ഇതും ഹദീസിന്റെ കിതാബുകളിൽ സഹീഹായി വന്നിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുന്ന നബിയോട് പോലും നബിയുടെ അസാന്നിധ്യത്തിൽ അവർ വിളിച്ചു തേടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചിട്ടില്ല. പാപമോചനം തേടാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ആളുകൾ പറയുന്ന എന്താണ്? ഒരു തിന്മ ചെയ്താൽ വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തിന്മ ചെയ്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതുപോലെ നബിയുടെ അരികിൽ വന്ന് നബി അവർക്ക് വേണ്ടി പാപമോചനം തേടുക എന്ന് പറയുന്നു. എന്നിട്ട് ദുനിയാവിൽ തിന്മകൾ ചെയ്തവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് വെച്ച് അള്ളാഹുവിനോട് തേടാൻ പറയും. സഹാബിമാരുടെ അഖീദ ഈ അഖീദയായിരുന്നില്ല. സഹാബിമാർ വിശ്വസിച്ചത് ഇങ്ങനെയായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരെ മുന്നിലുള്ള ഒരാൾക്ക് പറയാം, എന്ത്? നബിയെ എനിക്ക് വേണ്ടി പാപമോചനം തേടണം. എന്നാൽ നബിയുടെ മുന്നിലില്ലാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല. നബിയുടെ അരികിലേക്ക് ചെല്ലാൻ പോകുന്ന ആളെ പറഞ്ഞേൽപ്പിക്കുകയാണ്. നബിയുടെ അരികിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ആളെ പറഞ്ഞേൽപ്പിക്കുകയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എനിക്ക് വേണ്ടി പാപമോചനം തേടാൻ. ഇതാണ് സഹാബിമാരുടെ വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തേടുക, നബി ഇടയ്ക്ക് വെച്ച് അള്ളാഹുവിനോട് ഇതെല്ലാം തൗഹീദിനോട് യോജിക്കാത്ത തെറ്റായ കാര്യങ്ങളാണ്. ഒരാൾ നബിയെ നേരിട്ട് വിളിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നബിയെ അള്ളാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞാൽ അത് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, ശിർക്കാണ്. സഹാബത്തിന്റെ വിശ്വാസം ഒരിക്കലും ആ വിശ്വാസമായിരുന്നില്ല. നോക്കൂ, ഇങ്ങനെ അബൂ ആമിർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ആ സൈന്യത്തിന് തായിഫ് കീഴടക്കാനോ അവരെ പരാജയപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. ഹുനൈനിൽ നിന്ന് പോയ മുശ്രിക്കുകൾ ബാക്കി അവിടെ ഒരു കോട്ടയിൽ കൂടുകയുണ്ടായി. ഇതിനുശേഷമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി, ഹുനൈനിൽ വിജയിച്ച സൈന്യവുമായി അവിടുന്ന് പരാജയപ്പെട്ട് ഓടിയ ബാക്കി മുശ്രിക്കുകളെ നേരിടാൻ തായിഫിലേക്ക്, അവരുടെ കോട്ടയിലേക്ക് ചെല്ലുന്നത്. അതാണ് തായിഫ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം. യഥാർത്ഥത്തിൽ ഹുനൈനിന്റെ ബാക്കി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.